കെ മുരളീധരന് പകരം ഷാഫി പറമ്പിലായിരിക്കും വടകരയിൽ സ്ഥാനാർത്ഥി. ഈ വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഷാഫി പറമ്പിന് അതൃപ്തിയാണ് ഉള്ളതെന്ന് സൂചന. നേതാക്കളെ ഈ അതൃപ്തി അറിയിച്ചുവെന്നും വിവരമുണ്ട്. പാലക്കാട് നിന്ന് VS ഗോകുലുണ്ട്. ഗോകുൽ, ഒരു സർപ്രൈസ് എൻട്രിയാണ്. എവിടെയും ഒരു തരത്തിലും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഷാഫി വടകരയിൽ മത്സരിക്കുമെന്ന്. ഷാഫിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണോ? പാർലമെന്റിലേക്ക് പോകാൻ താല്പര്യമില്ല, കേരളത്തിൽ തന്നെ തുടർന്നാൽ മതി എന്നാണോ? തീർച്ചയായും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ചില സൂചനകൾ ലഭിക്കുന്നതും ഷാഫി പറമ്പിൽ ഈ ഒരു വിവരം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്, നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കാനാണ് ഷാഫിക്ക് ആഗ്രഹം. ഈ ഒരു മണ്ഡലം, പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹം. പക്ഷേ അതിന് ഈ വടകരയിൽ MP അല്ലെങ്കിൽ വടകരയിൽ ഒരു മത്സരം നടത്തിയാൽ അത് ഒരുപക്ഷെ അതിന് കഴിയില്ല എന്നുള്ളൊരു ബോധ്യം ഷാഫിക്കുണ്ട്. ആ ഒരു വിവരം സംസ്ഥാന നേതാക്കളെയും കൂടുതൽ നേതാക്കളെയൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തന്നെ മുതിർന്ന നേതാക്കൾ ഷാഫിയുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനി എന്തായിരിക്കും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഷാഫിയുടേതൊരു വലിയ സർപ്രൈസ് എൻട്രി ആയിരുന്നു. നമ്മൾ ഒരു തരത്തിലും ഒരു ഇലക്ഷൻ ഡേ കാലത്തൊന്നും ഒരു ചർച്ചയിലും ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ആ ഒരു പേര് വരുന്നത്. ഷാഫി അതിലൊരു അതൃപ്തി സ്വാഭാവികമായും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പാലക്കാട് തന്നെ തുടരാനാണ് ആഗ്രഹം. മുരളീധരനും ഇത്തരത്തിൽ തന്നെ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാതെയാണ് പോയത്. അപ്പോൾ ഇനി എന്തായിരിക്കും അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത വിഷയമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഒരു വിഷയത്തിൽ അതൃപ്തി തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിന് മുന്നിലാണുള്ളത്. ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു പ്രതികരണം നടത്തുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും അതിനുവേണ്ടി നമ്മളടക്കം കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിന് മുന്നിൽ തന്നെ നമ്മളുമുണ്ട്. ശരി, VS ഗോകുലാണ് ആ വിവരങ്ങൾ നൽകിയത്.